നമുക്കത് UDF പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിലേറെ ആയിട്ട് UDF വളരെ ഏകപക്ഷീയമായിട്ട് തന്നെ വിജയം നേടുന്ന ഒരു നിയോജക മണ്ഡലമാണ്. സംസ്ഥാനത്തെ രാഷ്ട്രീയ ഗതിവിഗതികളൊന്നും UDF ഇവിടുത്തെ പ്രകടനത്തെ ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ UDF ഒരു ശക്തി കേന്ദ്രമായിട്ട് ഇത് തുടരും. മണ്ണാർക്കാടിന്റെ വികസന തുടർച്ച അതിന് തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് മണ്ണാർക്കാട് ജനങ്ങൾ പിന്തുണ നൽകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. UDF അനുകൂലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് മണ്ണാർക്കാട്. സ്റ്റീഫൻ നെടുമ്പള്ളി കാത്തിരിപ്പ് ഇതുവരെ എത്തി. അതിപ്പോൾ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംസാരിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞു ഇപ്പം അതിനൊന്നും ബിലാൽ വരാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ടോ? രാഷ്ട്രീയമല്ലേ, ഇപ്പം സ്വാഭാവികമായിട്ടും CPM-നകത്തുള്ള വിഷയങ്ങൾ സംബന്ധിച്ച് അത് അവർ കൂടി അഭിപ്രായം പറയേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട കക്ഷികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ പറയേണ്ടത്. ചർച്ചയില്ല. മുന്നണിക്കുള്ളിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടക്കും. അപ്പം അതെല്ലാം മുന്നണിക്കകത്ത് സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ അംഗീകരിക്കും. അതുമായി ബന്ധപ്പെട്ട് അത് മുസ്ലിം ലീഗ് പ്രവർത്തകരും അത് അംഗീകരിക്കും. അങ്ങനെ മുന്നണി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും. തീരുമാനിക്കുന്നത് ഇപ്പം പാലക്കാട് ഇപ്പോൾ നിലവിലെ മണ്ഡലത്തിലെ ഈ ഒരു പല വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പാലക്കാട് നിയോജക മണ്ഡലം എങ്ങനെയാണ്? കോൺഗ്രസിനൊപ്പം നിൽക്കാൻ സാധ്യതയുണ്ടോ? BJP ശക്തരായ എതിരാളികളെ ഇറക്കാനുള്ള സാഹചര്യം കൂടെ കാണുന്നുണ്ട്. ഇപ്പം ഈ ശക്തരായ എതിരാളി എന്ന് പറഞ്ഞാൽ ഗാട്ടാഗുസ്തി മത്സരമൊന്നുമല്ല, തെരഞ്ഞെടുപ്പല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് കേരളത്തിലെ മുഴുവൻ സാഹചര്യമുള്ളത്. BJP CPM അവിശുദ്ധ ബാന്ധവം കേരളത്തിലുടനീളമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒന്ന് ഒരുമിച്ചുള്ളൊരു സംവിധാനമായിരിക്കും തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും ഉണ്ടായിരിക്കുക. എന്തായാലും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടാണ് കേരളത്തിലുടനീളം ജനങ്ങൾ ചിന്തിക്കുന്നത്. കേരളത്തിൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. അത് തന്നെ പാലക്കാടും സംഭവിക്കും. പാലക്കാട് UDF അനുകൂലമായിട്ടുള്ള ജനവികാരം അത് അവിടെ ആര് സ്ഥാനാർത്ഥിയാണെങ്കിലും UDF അനുകൂലമായിട്ട് പാലക്കാട് ജനങ്ങൾ ചിന്തിക്കുമെന്ന ശുഭാപ്തി വിശ്വാസമാണ്. നമുക്കറിയാം UDF സംവിധാനത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണാർക്കാടത്തെ ഒരു പ്രാദേശിക വിഷയം ചോദിക്കുന്നതിൽ അർത്ഥമുണ്ടോയെന്ന് അറിയില്ല. എന്നാൽ ചോദിക്കുകയാണ്, നമ്മൾ ലീഗിൻ്റെ ഉള്ളിൽ മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ ആരാവണോ സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും കമൻറ്റ് ചെയ്യാനില്ല. മുസ്ലിം ലീഗ് ആരെ സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചാലും മണ്ണാർക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ കൈമെയ് മറന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ ഉണ്ടാവും. അതൊക്കെ എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. CCN മണ്ണാർക്കാട്.